ബിഗ് ബോസ് സീസൺ 8 ആരൊക്കെയാണ് മത്സരിക്കുക, മത്സരാർത്ഥികൾ ആരൊക്കെയാണ് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കുറച്ചധികം ആൾക്കാർക്ക് എന്തായാലും ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ എന്തായാലും ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് തന്നെ ഒരുപാട് സെലിബ്രിറ്റീസിന് ഇത്തരത്തിൽ ബിഗ് ബോസിന്റെ ഭാഗമാകാൻ വേണ്ടി വിളിക്കുകയും ഇത്തരത്തിൽ ഇന്റർവ്യൂസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുകയും, എന്നാൽ പല തിരക്കുകൾ കൊണ്ടും ഇതിനു മുന്നേയുള്ള സീസൺസിലൊന്നും ഭാഗമാവാൻ കഴിയാതെ പോയ പല സെലിബ്രിറ്റീസും ഇത്തരത്തിൽ പല ഇന്റർവ്യൂസിലും മറ്റുമൊക്കെ ഇട്ട് എന്നാലും ഇതിനെക്കുറിച്ച് പറയുകയും, എന്നാൽ വരാനിരിക്കുന്ന സീസൺസിൽ എന്നാലും ഒരുപക്ഷെ ഭാഗമാവാനുള്ള സാധ്യതകളെ കുറിച്ച് പറഞ്ഞതുമെല്ലാം നമ്മൾ കേൾക്കുന്നതാണ്, പല ഇന്റർവ്യൂസിലും നമ്മൾ കാണാൻ സാധിക്കുന്നത് തന്നെയാണ്. അപ്പൊ എന്തായാലും അതിന്റെയൊക്കെ ഡാറ്റാസിന്റെ ബേസിലും അതുപോലെ തന്നെ ഇത്തരത്തിൽ സ്പ്രെഡ് ആവുന്ന പല ഡാറ്റാസിന്റെ ബേസിലും എന്തായാലും കൂടുതൽ സാധ്യതയുള്ള മത്സരാർത്ഥികൾ, അതായത് ബിഗ് ബോസ് സീസൺ 8 ഭാഗമാവാൻ സാധ്യതയുള്ള ആൾക്കാർ ആരൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്നിപ്പോ നോക്കാൻ പോകുന്നത്. ഒന്നാമതാളെന്ന് പറഞ്ഞാൽ അശ്വന്ത് ഗോക്കാണ്. മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. നല്ല രീതിയിൽ റീച്ചും നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉള്ള, യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നല്ല രീതിയിൽ തന്നെ റീച്ചുള്ള ഒരാൾ തന്നെയാണ്. അപ്പൊ എന്തായാലും ഇദ്ദേഹം ബിഗ് ബോസിന്റെ ഓഡീഷൻസും കാര്യങ്ങളും എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനെ കുറിച്ചൊക്കെ എന്നാലും ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഇദ്ദേഹത്തിന് കിട്ടാതെ പോയതിനെ കുറിച്ചും ഇദ്ദേഹം എന്തായാലും പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണ്, ഒരു 3 പറയാൻ പറഞ്ഞ സമയത്തൊക്കെ എന്തായാലും ഇദ്ദേഹം പറയുന്നത് ചുരുളി എന്ന് പറയുന്ന സിനിമയൊക്കെയാണ്. അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ തന്റെ വയലൻസും കാര്യങ്ങളൊക്കെ എന്തായാലും അവർ ജഡ്ജ് ചെയ്തുകൊണ്ടായിരിക്കാം താൻ എന്തായാലും സെലക്ട് ചെയ്യാതിരുന്നത് എന്നൊക്കെ എന്തായാലും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അതിന്റെ ഒപ്പം തന്നെ ആ വീഡിയോ അവസാനിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അല്ലെങ്കിൽ കിട്ടിയാലും ആര് പോവാൻ, ഞാൻ എന്തായാലും ബിഗ് ബോസ് ഹൗസിലൊന്നും മത്സരിക്കാൻ പോകുന്നില്ല എന്നും എന്തായാലും അദ്ദേഹം പറയുന്നുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ ഇത്തരത്തിൽ ഓഡീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ. പിന്നെ ഇതേ ഒരു മൂവ് ഇതിനു മുന്നേ വേറൊരു മത്സരാർത്ഥിയും നടത്തിയിട്ടുള്ളതാണ്. അതായത് ഇത്തരത്തിൽ നല്ല രീതിയിൽ റീച്ചും ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ ഇത്തരത്തിൽ ബിഗ് ബോസിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് നടക്കുകയും ഏറ്റവും അവസാനം ബിഗ് ബോസിന്റെ ഭാഗമാകുന്നത് ഉറപ്പായിട്ടും ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം അത് ബിഗ് ബോസിന്റെ ഒരു പവർ കാണിക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ്. അപ്പൊ എന്തായാലും അശ്വന്ത് ഗോക്കിനെ പോലത്തെ ഒരാൾ നല്ല രീതിയിൽ റീച്ചുള്ള ഒരാൾ ബിഗ് ബോസിനെതിരായിട്ട് ഇത്തരത്തിൽ ബിഗ് ബോസിൽ എന്തായാലും കിട്ടിയാൽ എന്തായാലും പോവില്ല എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവസാനം അശ്വന്ത് കോക്ക് അടുത്ത ഓഡീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയം അശ്വന്ത് കോക്കിന് എടുക്കുകയാണെങ്കിൽ, അശ്വന്ത് കോക്ക് ബിഗ് ബോസ് സീസൺ 8 ഭാഗമാകുകയാണെങ്കിൽ അത് ബിഗ് ബോസിന്റെ പവർ എത്രത്തോളമാണെന്ന് ഈ പറഞ്ഞ് കാണുന്ന ഓഡിയൻസിലേക്ക് എത്തിക്കാനോ അത് ബിഗ് ബോസിന്റെ ഒരു ടീമിന്റെ സൈഡിൽ നിന്ന് ആലോചിക്കുന്ന സമയത്തേക്ക് ഒരു പ്രയോറിറ്റി അശ്വന്ത് കോക്കിലേക്ക് പോകാനുള്ള സാധ്യത ഉറപ്പായിട്ടും അവിടെ ഉണ്ട്. രണ്ടാമതായിട്ട് പറഞ്ഞേക്കുന്ന ഒരു പേര് എന്ന് പറഞ്ഞാൽ രശ്മി നായരാണ്. ഇവരുടെ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ തന്നെ വൈറലാണ്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള സംസാരങ്ങളും വിവാദങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുന്നതന്നെയാണ്. അപ്പൊ എന്തായാലും ഇവർക്കും നല്ല രീതിയിലൊരു സാധ്യത ബിഗ് ബോസ് ഹൗസിലേക്ക് ഉണ്ട് എന്ന് എന്തായാലും പറഞ്ഞേക്കുന്നുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് എന്തായാലും ഈ പറയുന്ന രശ്മി നായർ എന്തായാലും പ്രതികരിച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഇത്തരത്തിൽ ബിഗ് ബോസ് സീസൺ 8 കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സാധ്യതകളിലും എല്ലാം ഇവരുടെ പേര് എന്നാലും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവരെന്നാലും സീസൺ 8 ഭാഗമാവണം എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് കമന്റ്സും കാര്യങ്ങളും എല്ലാം പലയിടങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ വൈറലായി നിൽക്കുന്ന കൂടുതൽ ഡിസ്കഷൻസും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇത്തരത്തിൽ ബിഗ് ബോസിന്റെ സാധ്യത ആവാറുള്ളതും അല്ലെങ്കിൽ അതിനുള്ള ഒരു സാധ്യത ഉറപ്പായിട്ടും അവിടെ ഉണ്ട്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത്തരത്തിൽ കാണുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയാവുന്ന അല്ലെങ്കിൽ പുറത്ത് നല്ല രീതിയിൽ റീച്ചുള്ള ആൾക്കാർ ഈ ബിഗ് ബോസ് ഷോയുടെ ഭാഗമാകുന്ന സമയത്താണ് നല്ല രീതിയിലൊരു അറ്റൻഷനും ഈ ബിഗ് ബോസ് ഷോക്ക് ഉറപ്പായിട്ടും കിട്ടുന്നു. അത്തരത്തിൽ നോക്കുന്ന സമയത്ത് രശ്മി നായർക്കും നല്ല രീതിയിൽ തന്നെ ഒരു ബിഗ് ബോസ് സീസൺ 8 ഭാഗമാകാനുള്ള സാധ്യത ഞാൻ എന്നാലും കാണുന്നുണ്ട്. മൂന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ അലിൻ ജോസ് പെരേരയാണ്. നല്ല രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നല്ല രീതിയിൽ തന്നെ റീച്ചുള്ള നല്ല രീതിയിൽ കത്തി നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പൊ എന്തായാലും ഈ അലിൻ ജോസ് പെരേരയുടെ അതേ ഫോർമാറ്റിൽ തന്നെ വന്നൊരു ദിവാകർ എന്ന് പറയുന്ന ഒരു ആളെന്നാലും ബിഗ് ബോസ് തമിഴ് സീസണിൽ എന്തായാലും ഇപ്പോൾ നിലവിൽ എന്തായാലും മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആളെന്നാലും തമിഴിൽ എന്തായാലും അദ്ദേഹം ഇപ്പൊ എവിക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ അലിൻ ജോസ് പെരേരയ്ക്കും നല്ല രീതിയിലൊരു സാധ്യത ബിഗ് ബോസ് ഹൗസിലേക്ക് എന്തായാലും സീസൺ 8 എന്തായാലും ഉണ്ട്. അലിൻ ജോസ് ആണെങ്കിൽ ഇത്തരത്തിൽ ബിഗ് ബോസ് സീസൺ 7 വേണ്ടിയുള്ള ഓഡീഷനും കാര്യങ്ങളും എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തെല്ലാം അദ്ദേഹത്തിന്റെ പേജിലൂടെ എന്തായാലും അദ്ദേഹം പുറത്തുവിട്ടിരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്തായാലും ആ സീസൺ 8 അദ്ദേഹം മത്സരിക്കാനുള്ള അല്ലെങ്കിൽ ആ ഓഡീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉറപ്പായിട്ടും ഉണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാര്യം ബിഗ് ബോസിൽ മത്സരിച്ചിട്ടുള്ള സീക്രട്ട് ഏജന്റ് അഥവാ സായി കൃഷ്ണ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം രണ്ടാമത്തെ ഒരു ഓഡീഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തിന് ബിഗ് ബോസിലേക്ക് ഒരു അവസരം അദ്ദേഹത്തിന് എന്തായാലും കിട്ടുന്നത്. അതുപോലെ തന്നെ അലിൻ ജോസ് പെരേരയ്ക്കും ആദ്യത്തെ ഒരു ഓഡീഷനിൽ തന്നെ കിട്ടണമെന്നില്ല. കാര്യം സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ തന്നെയുള്ള ഒരുപാട് ആൾക്കാർ ഇതിന്റെ പുറകെ എന്തായാലും നടക്കുന്നുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും ഇനിയുള്ള ഓഡീഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ അലിൻ ജോസ് പെരേരയ്ക്കുള്ള ഒരു സാധ്യത ഉറപ്പായിട്ടും അവിടെ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. കാര്യം അദ്ദേഹത്തിന് ഇപ്പോഴും നല്ല രീതിയിൽ റീച്ച് ഉണ്ട്. അദ്ദേഹം ഇടുന്ന കണ്ടന്റ്സിനും കാര്യങ്ങൾക്കും എല്ലാം നല്ല രീതിയിലൊരു സപ്പോർട്ട് ഇപ്പോഴും നമുക്ക് കാണാവുന്നതാണ്. ഉറപ്പായിട്ടും ഇത്തരത്തിൽ റീച്ചുള്ള ഒരു അലിൻ ജോസ് പെരേരയ്ക്ക് ഒരു സീസൺ 8 ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല. രണ്ടാമതാളെന്ന് പറഞ്ഞാൽ റോഹനാണ്. അദ്ദേഹം ഈ പറയുന്ന യൂട്യൂബിലും മറ്റൊക്കെ ഇട്ട് നല്ല തന്നെ തിളങ്ങി നിൽക്കുന്ന നല്ല രീതിയിലൊരു റീച്ചുള്ള ഒരു ആള് തന്നെയാണ്. കാര്യം ഈ സെലിബ്രിറ്റി ഇന്റർവ്യൂസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അദ്ദേഹം ഇത്തരത്തിൽ ബിഗ് ബോസ് സീസൺ 7 വേണ്ടി ഓഡിഷനും കാര്യങ്ങളും എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന ഒരാൾ തന്നെയാണ്. അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ഭാഗമാവുക എന്ന് പറയുന്നതിനാണ് റോഹന്റെയും വലിയൊരു ആഗ്രഹം എന്നുള്ളൊരു കാര്യം. അതൊരു ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ആ ഒരു സെലിബ്രിറ്റി എന്തായാലും റോഹന്റെ അടുത്ത് എന്തായാലും അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും റോഹൻ അത് എന്നുള്ള രീതിയിൽ തന്നെ ഇന്നലെ പറയുന്നുണ്ട്. ഉറപ്പായിട്ടും അപ്പൊ റോഹനും നല്ല ഇതിലൊരു സാധ്യത ഉണ്ട്. കാര്യം റോഹന്റെ വീഡിയോസ് കണ്ടുള്ളവർക്ക് അറിയാം നല്ല തന്നെ നിലപാടുകളുള്ള നല്ല തന്നെ താൻ എന്താണോ സംസാരിക്കാൻ അല്ലെങ്കിൽ താൻ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും തന്റെ നിലപാടുകളിൽ നല്ല തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരാളും കൂടിയാണ് റോഹൻ. അപ്പൊ ഉറപ്പായിട്ടും അത്തരത്തിലുള്ളൊരു റോഹന് നല്ല രീതിയിൽ തന്നെ സാധ്യത ബിഗ് ബോസ് സീസൺ 8 ഉണ്ട് എന്നാണ് ഞാൻ എന്തായാലും വിശ്വസിക്കുന്നത്. അഞ്ചാമത്തെ ആളെന്ന് പറഞ്ഞാൽ ബിനീഷ് ബാസ്റ്റൻ ആണ്. ആ ഫിലിം ആക്ടറാണ്. പ്ലസ് സ്റ്റാർ മാജിക് പോലത്തെ ഷോസിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ തിളങ്ങി നിൽക്കുന്ന ഒരാൾ തന്നെയാണ്.
അപ്പൊ ഇദ്ദേഹത്തിനാണെങ്കിലും ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് എന്തായാലും സമീപിച്ചിരുന്നു ബിഗ് ബോസിന്റെ ഭാഗമാവാൻ വേണ്ടി ഓഡിഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. പക്ഷെ ആ സമയത്ത് എന്തായാലും അദ്ദേഹത്തിന് എന്തായാലും ഭാഗമാകാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ പല തിരക്കുകൾ കൊണ്ട് എന്തായാലും ആ ഒരു ഓഡീഷൻ എന്തായാലും അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല എന്നൊക്കെ എന്തായാലും അദ്ദേഹം പറയുന്നുണ്ട്. ബിനീഷ് ബാസിന് എന്തായാലും പറയുന്നുണ്ട്. ഉറപ്പായിട്ടും ബിനീഷ് ബാസിനും ഇത്തരത്തിലുള്ള ഒരു ഷോയുടെ ഭാഗമാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. കാര്യം ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള പല ആർട്ടിസ്റ്റുകൾക്കും ഇതുപോലത്തെ രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടിക്കഴിയുമ്പോൾ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ അവരൊരു കരിയർ ഗ്രാഫ് തന്നെ മുകളിലോട്ട് പോകുന്നതിന് നല്ല തന്നെ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരാണ്. അപ്പൊ ബിനീഷ് ബാസ് നല്ല രീതിയിൽ ചിന്തിച്ച് കളക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊരു ഗ്രാഫ് നല്ല രീതിയിൽ തന്നെ മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉറപ്പായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ ബിനീഷ് ബാസിനെന്തായാലും സീസൺ 8 ഭാഗമാവാനുള്ള സാധ്യത ഉറപ്പായിട്ടും ഉണ്ട്. ആറാമത്തെ ആളെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലും മറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ വൈറലായി നിൽക്കുന്ന ഗ്രീൻ ഹൗസ് എന്ന് പറയുന്ന ഗ്രീൻ ഹൗസ് ക്ലീനിങ് എന്ന് പറയുന്ന ഒരു പേജിന്റെ ഓണറായിട്ടുള്ള ഇദ്ദേഹമാണ്. ഇതിനാണെങ്കിൽ നല്ല രീതിയിലൊരു സപ്പോർട്ടും നല്ല രീതിയിൽ റീച്ചും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരാൾ തന്നെയാണ്. അപ്പൊ ഉറപ്പായിട്ടും ഇദ്ദേഹത്തിനും ബിഗ് ബോസ് സീസൺ 8 ഭാഗമാവുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്. കാര്യം ഇദ്ദേഹത്തിന് ബേസ് ചെയ്തിട്ട് ഒരുപാട് പോസ്റ്റുകളും അല്ലെങ്കിൽ ഒരുപാട് കമന്റ്സും കാര്യങ്ങളും എല്ലാം ഇദ്ദേഹത്തിന്റെ സാധ്യതയെ കുറിച്ചൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞ് കാണുന്ന ഒരു കാര്യം തന്നെയാണ്. തന്റെ നിലപാടുകൾ നല്ല രീതിയിൽ തന്നെ എടുത്ത് പറയാനും അതിൽ തന്നെ ഉറച്ചു നിൽക്കാനും നല്ല രീതിയിൽ ഒരു കോൺഫിഡന്റ് ഉള്ള ഒരാൾ തന്നെയാണ്. കാര്യം ഇദ്ദേഹം ഇടുന്ന പല വീഡിയോക്കും നല്ല രീതിയിലുള്ള ഹെയ്റ്റും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പണി എന്താണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താണോ ചെയ്യേണ്ടത് അത് തന്നെ അദ്ദേഹം പ്രോപ്പറായിട്ട് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പൊ ഉറപ്പായിട്ടും ചുറ്റും പറയുന്ന ആൾക്കാർ എതിർ പറഞ്ഞാലും അല്ലെങ്കിൽ ഹെയ്റ്റ് തനിക്കെതിരെ പ്രചരിച്ചാലും ഒന്നും എഫക്ട് ചെയ്യാതെ തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ആൾ തന്നെയാണ് ഇദ്ദേഹം. അപ്പൊ ഉറപ്പായിട്ടും ഇദ്ദേഹത്തിനും പറ്റിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പൊ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇദ്ദേഹത്തിനും നല്ല രീതിയിലൊരു കരിയർ ഗ്രാഫ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഞാൻ എന്തായാലും കാണുന്നു. ഉറപ്പായിട്ടും ഈ പറയുന്ന ലിസ്റ്റുകൾ ഇത്തരത്തിൽ ഇനി പറയുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഇവരെന്തായാലും ഓഡിഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ എങ്ങനെ പെരുമാറുന്നു, ഇവരുടെ സ്റ്റാൻഡുകൾ എന്താണ്, ഇവരുടെ കാഴ്ചപ്പാടുകൾ എന്താണ്, അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബന്ധപ്പെടുത്തിയിട്ട് മാത്രമല്ല അവസാനം മാത്രം എന്തായാലും ആൾക്കാരെ എന്തായാലും തിരഞ്ഞെടുക്കുള്ളൂ എന്നുള്ളത് ഞാൻ പറയുകയാണ്. പക്ഷെ എന്തായാലും പ്രയോറിറ്റി ഉള്ള ആൾക്കാർ തന്നെയാണെങ്കിലും ഇത്രയും പറഞ്ഞ ആൾക്കാരും ഇനി പറയാൻ ഇരിക്കുന്ന ആൾക്കാർ. ഏഴാമത്തെ ആളെന്ന് പറഞ്ഞാൽ അശ്വതി ശ്രീകാന്താണ്. ഇവര് TV സീരിയൽ ആക്ട്രസും കാര്യങ്ങളൊക്കെയാണ്. ഇവരെന്തായാലും ബിഗ് ബോസ് സീസൺ 7 ഉണ്ടാവാനുള്ള സാധ്യതയെ കുറിച്ച് ഒരുപാട് പറഞ്ഞു കേട്ടിരുന്നത് തന്നെയാണ്. പക്ഷെ എന്തോ പല കാര്യങ്ങൾ കൊണ്ടും എന്തോ ഇവർ സീസൺ 7 ഭാഗമായില്ല. ഉറപ്പായിട്ടും സീസൺ 8 ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല എന്നുകൊണ്ട് തന്നെയാണ് ഞാൻ എന്തായാലും ഈ ഒരു പേര് എന്തായാലും ആഡ് ചെയ്യുന്നത്. എട്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ പാർവതി ബാബുവാണ്. റോഹന്റെ ഒരു കേസ് പറഞ്ഞ പോലെ തന്നെ സെലിബ്രിറ്റി ഇന്റർവ്യൂസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. നല്ല രീതിയിലൊരു റീച്ച് ഉള്ള ഒരാൾ തന്നെയാണ്. എന്നാലും പാർവതി ബാബുവിന്റെ പേര് ഈ ബിഗ് ബോസ് ഓഫ് സീസൺ 8 കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എന്തായാലും കൂടുതലായിട്ട് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരുപാട് പോസ്റ്റുകളും കാര്യങ്ങളും എന്തായാലും കാണുന്നുണ്ട്. ഒമ്പതാമതായിട്ട് പറഞ്ഞേക്കുന്ന ഒരു പേരെന്ന് പറഞ്ഞ മണവാളനാണ്. ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ വൈറലായി നിൽക്കുന്നത്, നല്ല രീതിയിൽ തന്നെ ഫോളോവേഴ്സും റീച്ചും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരാൾ തന്നെയാണ്. അപ്പൊ ഉറപ്പായിട്ടും ഇദ്ദേഹത്തിന് ബിഗ് ബോസ് ഓഫ് സീസൺ 8 ഒരു സാധ്യതയെ കുറിച്ച് എന്തായാലും പറഞ്ഞു കേൾക്കുന്നത്. പത്താമത്തെ ആളെന്ന് പറഞ്ഞാൽ മുകേഷ് എം നായരാണ്. ഇദ്ദേഹം ഇത്തരത്തിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ഒരു റീച്ച് ഉള്ള ഒരാൾ തന്നെയാണ്. അപ്പൊ എന്നാലും ഇദ്ദേഹത്തിന്റെ പേരും എന്നാലും ഒരുപാടായിട്ട് പറഞ്ഞു കേൾക്കുന്നത് ഇത്തരത്തിൽ ബിഗ് ബോസ് ഓഫ് സീസൺ 8 ഉണ്ടാവുന്ന സാധ്യതയുടെ കൂട്ടത്തിനകത്ത്. പിന്നെ 11ാമത്തെ ആളെന്ന് പറഞ്ഞാൽ സഞ്ജു ടെക്കിയാണ്. അദ്ദേഹം ഒരു യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർ ആണ്. നല്ല രീതിയിൽ റീച്ച് ഉള്ള ഒരാൾ തന്നെയാണ്. അപ്പൊ എന്നാലും ഇദ്ദേഹം ഓൾറെഡി ഡയറക്റ്റ് ആയിട്ട് ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇദ്ദേഹത്തിന് ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട്, ബിഗ് ബോസ് ഹൗസിന്റെ ഭാഗമാവാൻ താല്പര്യമുണ്ട് എന്നുള്ളൊരു കാര്യം. പിന്നെ ഇപ്പോഴാണെങ്കിൽ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം അത്രത്തോളം ഒരു ആക്റ്റീവോ കാര്യങ്ങളൊന്നുമല്ല. കാര്യം ഇദ്ദേഹത്തിനെതിരെ വന്നൊരു കേസും കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. ആ വാഹനത്തിനകത്ത് ഒരു വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു പൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇദ്ദേഹത്തിന്റെ ലൈസൻസും കാര്യങ്ങളും കട്ടാക്കിയതും എല്ലാം വാർത്തയിലും കാര്യങ്ങളിലും എല്ലാം നിറഞ്ഞു നിന്നിരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്നാലും ഇപ്പൊ യൂട്യൂബും കാര്യങ്ങളും കുറച്ചിത്തിരി സ്ലോ ഡൗൺ ചെയ്ത് അദ്ദേഹം വേറെ പല ബിസിനസ്സുകളിലെയും കാര്യങ്ങളിലും എല്ലാം അദ്ദേഹം ഇന്നലെ കൺവേർട്ട് ആയി പോകുന്നത് നമ്മൾ കാണുന്നത് തന്നെയാണ്. അപ്പൊ ഈ ബിഗ് ബോസ് ഹൗസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോം അദ്ദേഹം ഇനി ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത ഞാൻ എന്തായാലും കാണുന്നുണ്ട്. കാര്യം ഇതിനു മുന്നേയും ഇദ്ദേഹത്തിന് ബിഗ് ബോസ് ഹൗസിലേക്കുള്ള താല്പര്യത്തിനെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഇനി അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ ഒരു കരിയർ ഗ്രാഫിലും നല്ല രീതിയിലൊരു ഗ്രോത്ത് ഒരുപക്ഷെ ഇതിന്റെ ഭാഗമാവുകയാണെങ്കിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാര്യം ആൾ നല്ല രീതിയിൽ ഒരു എക്സ്ട്രോവേർട്ടാണ്, നല്ല രീതിയിൽ കാര്യങ്ങളിൽ ഇടപെടുന്നത്, നല്ല രീതിയിൽ സംസാരിക്കുന്നത്, നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഉറപ്പായിട്ടും അദ്ദേഹം ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് എന്ന് തന്നെ ഞാൻ എന്നാലും മനസ്സിലാക്കുന്നത്. പിന്നെ 12ാമത്തെ ആളെന്ന് പറഞ്ഞാൽ വിഷ്ണു കൊച്ചിക്കാരാണ്. ഇദ്ദേഹം ഈ അലിൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ ഇതുപോലത്തെ രീതിയിൽ അവരൊക്കെ ഒരുമിച്ച് വീഡിയോസ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ തന്നെ റീച്ച് ഉള്ള, നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരാൾ തന്നെയാണ്. അപ്പൊ എന്തായാലും ഇദ്ദേഹത്തിന്റെ പേരും ബോസ് ഓഫ് സീസൺ 8 പേരിനകത്ത് എന്തായാലും പറഞ്ഞു കേൾക്കുന്നത്. 13ാമത്തെ ആളെന്ന് പറഞ്ഞാൽ മല്ലു ട്രാവലർ ആണ്. അദ്ദേഹം ഈ ട്രാവൽ വ്ലോഗ്സും ട്രാവൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് യൂട്യൂബിൽ നല്ല രീതിയിലൊരു റീച്ച് ഉള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം ട്രാവൽ വീഡിയോസിനേക്കാൾ കൂടുതൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നാലും ലൈഫിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പൊ എന്തായാലും ബിഗ് ബോസ് ഓഫ് സീസൺ 8 എന്നാലും പറഞ്ഞു കേൾക്കുന്ന ലിസ്റ്റിനകത്ത് എന്നാലും ഇദ്ദേഹത്തിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. കാര്യം നല്ല രീതിയിൽ നിലപാടുകൾ ഉള്ളതും അത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരാൾ തന്നെയാണ് എന്നാലും ഇദ്ദേഹം. അപ്പൊ എന്നാലും ഇത്തരത്തിലുള്ള കുറച്ച് പേരുകളൊക്കെ എന്നാലും ഇപ്പോ ബിഗ് ബോസ് ഓഫ് സീസൺ 8 ഭാഗമാവാൻ സാധ്യതയുള്ള ലിസ്റ്റിനകത്ത് എന്നാലും പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിൽ പെടാത്ത വേറെ ഏതെങ്കിലും വല്ല സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ ഇത്തരത്തിൽ കേൾക്കുന്ന വല്ല പേരുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.